ശ്യാമ പി ദിവ്യ റിപ്പോർട്ടർ ചാനലിനെതിരെ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ വായിക്കുന്നില്ല, അവസാനത്തെ സെൻറ്റൻസാണ്. ഒരു മൈക്കും FB പോസ്റ്റിലെ അവസാനത്തെ സെൻറ്റൻസ്, ഒരു മൈക്കും ക്യാമറയും ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാം എന്ന കാലം കഴിഞ്ഞു. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്, അവർ തീരുമാനിക്കും ശരിയും തെറ്റും. എൻ്റെ ജീവിതത്തിലും കോടതിയുമുണ്ട്, നിയമമുണ്ട്. നവീൻ ബാബുവിൻ്റെ കേസിൽ കോടതി തീരുമാനിക്കും ശരിയും തെറ്റും എന്ന് പി ദിവ്യ പറയാതെ പറയുന്നു. റിപ്പോർട്ടർ ചാനലിനോടൊരു തുറന്ന ഫൈറ്റിന് ദിവ്യ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ദിവ്യ ദീർഘകാലമായി ഈ റിപ്പോർട്ടർ ചാനൽ ദീർഘകാലമായി ദിവ്യക്കെതിരെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ നവീൻ ബാബു മരിച്ചതാണെന്ന്, ആത്മഹത്യ ചെയ്തതാണെന്ന്? ചില സംശയങ്ങൾ നമുക്കിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് ആത്മഹത്യ എന്ന് അത് പറയാൻ പറ്റില്ല. അത് ആത്മഹത്യ എന്ന് പൂർണ്ണ അർത്ഥത്തിൽ അതൊരു ആത്മഹത്യയാണോ എന്ന സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ ഇതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ വീട്ടിലെ സാധനങ്ങളെല്ലാം കയറ്റി വിട്ട് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത ഒരാൾ തിരിച്ചു പോയി, ബുക്ക് ചെയ്ത് ടിക്കറ്റും എടുത്ത് എല്ലാം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ആൾ പിന്നെ തിരിച്ചു പോയി ആത്മഹത്യ എന്ന് പറയുന്നത് ഇത് അരിയാഹാരമാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അരിയാഹാരം കഴിക്കുന്ന ആരും ഇത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിവ്യ പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലെ 3 മാധ്യമ പ്രവർത്തകർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നു. ബ്രേക്കിംഗ് ഒന്നും കണ്ടില്ല. സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചേർന്ന പെൺമക്കളോട് പോലും കമന്റ് അടിച്ചു റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമം എന്ത് മാധ്യമധർമ്മമാണ്? തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പിന്നെ ഇനി എങ്ങനെയാ? കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ എന്തേ മാറി നിൽക്കുന്നതല്ലേ അതിൻ്റെ ധാർമ്മികത? അല്ല, ധാർമ്മികത കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ വേണ്ടതുള്ളൂ എന്നാണോ? സ്റ്റേഷനിൽ പോകുമ്പോഴും വരുമ്പോഴും ലൈവ് ഇടാൻ മറക്കരുത്. ആടിനെ പട്ടിയാക്കുന്ന, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഗീബൽസ്യൻ കോട്ടിട്ട അഭിനവ ചാനൽ ജഡ്ജിമാരുടെ അവതരണ റിപ്പോർട്ടിംഗ് പ്രതീക്ഷിക്കുന്നു. അപാരമായ കഴിവുള്ള അവതാരക സിംഹങ്ങൾ കുറേ അവിടെ ഉണ്ടല്ലോ. നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്നതാണ് ശരി. എന്നാൽ കുറ്റവും ശിക്ഷയും വിധിക്കുന്നത് ചില ചാനൽ ജഡ്ജിമാരാണ്. ദിവ്യയ്ക്ക് അടങ്ങാത്ത കലിപ്പുണ്ട് ദിവ്യയെ ആ കേസിൽ വലിച്ചിട്ട് അലക്കിയതിനോട്. പിന്നെ ഈ സാധനം ചാനൽ സിംഹങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ, ഈ സാധനം പോക്സോ കേസ് അത് റേറ്റിങ്ങിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു പരിപാടി. അത് കലോത്സവത്തിലെ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ, ഒരു കുഞ്ഞിനോട് ചോദിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു റിപ്പോർട്ടറെ ചേർത്ത് വരുത്തി, അവരുടെ അവതാരകൻ ആ റിപ്പോർട്ടറെ ഈ പെൺകുട്ടിയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ സംസാരിച്ചു. ആ റിപ്പോർട്ടർ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് അധികം വൈകാതെ കേസെടുക്കുമെന്ന്. ഇത് അധികം വൈകാതെ ഒരു പോലീസ് കേസിലേക്ക് പോകും എന്നുള്ളത് മനസ്സിലാവുന്നൊരു സാധനമാണ്. ഇതിപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ. അതെ, റേറ്റിംഗ്. അതായത് 24-നെ മറികടന്നുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ 2ാം സ്ഥാനത്തേക്ക് വന്നു. റിപ്പോർട്ടർ ചാനൽ 2ാം സ്ഥാനത്തേക്ക് വന്നു. 1ാം സ്ഥാനത്തിലേക്കുള്ള അവരുടെ കുതിപ്പിന് വേണ്ടി അവർ ആഞ്ഞു പിടിക്കുകയാണ്. നല്ല രീതിയിൽ അവർ മത്സര രംഗത്ത് 1ാം സ്ഥാനത്തെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മത്സരം നടക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരമൊക്കെ നല്ലതാണ്. ഇപ്പോൾ ചാനലിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, റേറ്റിംഗ് ഉള്ള ചാനലിലാണ് ആദ്യ പരസ്യം കിട്ടുക. 1ാം സ്ഥാനത്ത് ഇരിക്കുന്ന ചാനലിനാണ് ആദ്യം പരസ്യം കിട്ടുക. ആ പരസ്യത്തിൻ്റെ റേറ്റ് ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ 1ാമത് നിൽക്കുന്ന ഏഷ്യാനെറ്റിന് കൊടുക്കുന്ന റേറ്റിലായിരിക്കില്ല 2ാമത് നിൽക്കുന്ന ചാനൽ കൊടുക്കുന്നത്. അതിലും കുറച്ചായിരിക്കും 3ാമത് നിൽക്കുന്ന ചാനൽ കൊടുക്കുന്നത്. അങ്ങനെ പരസ്യം പിന്നെ 4ാമത് നിൽക്കുന്ന ചാനലൊക്കെ ഈ കമ്പനികളെ ഓടിച്ചിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് ടീം ഓടിച്ചിട്ട് പിടിക്കണം. അതിൻ്റെ മാർക്കറ്റിംഗ് ടീമുണ്ട്. ഓരോ ചാനലിലും മാർക്കറ്റിങ്ങിന് ഒരു ടീമുണ്ട്. ആ ടീം ഓരോ കമ്പനിക്കാരെ ഓടിച്ചിട്ട് പിടിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഈ 1ഉം 2ഉം നിൽക്കുന്ന ചാനലുകൾക്ക് അത്രയും പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് വന്ന് പരസ്യം കയറുന്ന സ്ഥാപനങ്ങളാണ്. 24-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങോട്ട് വന്നാൽ പരസ്യം കയറുന്നത്. അവർക്ക് ഇല്ല, ആഡ് കൊടുക്കാൻ സ്ഥലമില്ല. ആഡ് കൊടുക്കാൻ പോലും അവർക്ക് സ്ഥലമില്ലാത്ത സ്ഥാപനമാണ് 24. പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പം ദിവ്യ പറഞ്ഞിരിക്കുന്നത്, ദിവ്യ ഇങ്ങനെയല്ല. ഈ വിഷയത്തിലാണോ ദിവ്യ പ്രതികരിക്കേണ്ടത്? എല്ലാ വിഷയത്തിലും പ്രതികരിക്കണമെന്നേ അല്ലേ? അതെ, ഒരു പൊതുപ്രവർത്തകയല്ലേ? അപ്പോൾ തനിക്ക് വ്യക്തിപരമായി തനിക്കുണ്ടായ ദോഷം, ആ ദോഷം മനസ്സിൽ വെച്ചിട്ട് ഇത് ഒരു വീഴ്ച ഉണ്ടായപ്പോൾ വടിയായിട്ട് ഇറങ്ങി. അതെ, ഒരു വടി. ഇപ്പോൾ പഴയ ശത്രുവിനൊരു വീഴ്ച ഉണ്ടായപ്പോൾ
എന്നാൽ പിന്നെ ഞാനിവിടെ ഒരു കൊട്ടു കൊടുത്തേക്കാന്നുള്ള ആ ഒരു ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ദിവ്യയുടെ 3 മണിക്കൂറായിട്ടുള്ള പോസ്റ്റ് വന്നിട്ട് അത് 4900 പേര് ഇതിനോടകം ലൈക്ക് ചെയ്തിട്ടുണ്ട്, 585 പേർ ഷെയർ ചെയ്തിട്ടുണ്ട്, 652 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 652 പേര് റിപ്പോർട്ടർ ചാനലിന് തെറി പറഞ്ഞിരിക്കുക. റിപ്പോർട്ടർ ചാനലിൽ തെറി പറഞ്ഞിരിക്കുക. ഈ 652 പേരും നേരത്തെ ഒരു സമയത്ത് പി ദിവ്യ അവരുടെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയതോടുകൂടി ഇവിടെ കമൻറ്റ് ബോക്സിൽ തെറിയുടെ പൂരപ്പറമ്പാണ് റിപ്പോർട്ടർ ചാനൽ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി എന്താ പറയുക, വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചെയ്യാൻ പാടില്ല. എല്ലാ വിഷയത്തിലും പ്രതികരിക്കണം. പി ദിവ്യ നല്ലൊരു നേതാവൊക്കെ തന്നെയാണ്. ഒരു വളർന്നു വന്ന CPM-ൻ്റെ നേതാക്കളിൽ, വനിതാ നേതാക്കളിൽ ഇത്തിരി ബോൾഡായിട്ടുള്ള നേതാവ്. ബാക്കിയുള്ള വനിതാ നേതാക്കളൊന്നും അത്ര, ഇപ്പോൾ 2ാം നിരയിൽ നിൽക്കുന്ന വനിതാ നേതാക്കളിൽ ഏറ്റവും നമ്പർ 1 നിൽക്കുന്നത് പി ദിവ്യ തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പി ദിവ്യയുടെ അന്നത്തെ ഒരു പ്രസംഗവും കാര്യങ്ങളും അതിനുശേഷം നവീൻ ബാബുവിൻ്റെ മരണവും അതിലെ ദുരൂഹതയും ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഏത് മാധ്യമവും റിപ്പോർട്ട് ചെയ്യും, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഏത് മാധ്യമവും റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അതെ, അല്ലെങ്കിൽ അതിനകത്ത് ദുരൂഹതകൾ വെളിച്ചത്ത് കൊണ്ട്, അതാണ് മാധ്യമം എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ അറിയാൻ താല്പര്യമുള്ള, അറിഞ്ഞിരിക്കേണ്ട വാർത്തകൾ നൽകുന്നവരാണ് ചാനലുകൾ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള പകയോടുകൂടി പെരുമാറാൻ പാടില്ല. ഞാൻ 2 വശവും പറയുന്നുണ്ട്. ഒന്ന്, മറ്റവർ ചെയ്ത ഇൻ്റർവ്യൂ ശരിയല്ല, നമ്മളൊരിക്കലും അവരെ നമ്മൾ ന്യായീകരിക്കില്ല. ദിവ്യയുടെ കാര്യത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, ദിവ്യ ഈ പറയുന്ന സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ഒരു രാഷ്ട്രീയ നേതാവ് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യക്തിവൈരാഗ്യം വെച്ച് പുലർത്താൻ പാടില്ല. തങ്ങളൊരു നല്ല വനിതാ നേതാവാണ്. വ്യക്തി താല്പര്യങ്ങൾ, വ്യക്തിവൈരാഗ്യം വെച്ച് പുലർത്താൻ നിന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ എന്താ പറയുക, രാഷ്ട്രീയ ഭാവി പിന്നെ നല്ല എന്താ പറയുക ഒരു ഉയർച്ച ഉണ്ടാവില്ല. നമ്മളെ പറയുന്ന പോലെ ഒരു ഇന്നസെൻ്റ് ഒരു സിനിമയ്ക്കകത്ത് പറയില്ലേ, നമ്മളെല്ലാ പകയും എല്ലാ ദേഷ്യവും മനസ്സിൽ വെച്ച് ഇങ്ങനെ പെരുമാറണം, മനസ്സിൽ വെച്ചിരിക്കണം. എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഓരോന്നായിട്ട് എടുത്ത് ഉപയോഗിക്കണമെന്ന് ഇന്നസെൻ്റ് ഒരു സിനിമയിൽ ഉപദേശം പോലെ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ രാഷ്ട്രീയ നേതാക്കൾ ആരും അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പെരുമാറാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ, അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും പ്രതികരിക്കണം. എല്ലാ വിഷയത്തിലും ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലെല്ലാം പ്രതികരിക്കണം, അല്ലേ? അതെ. അപ്പോൾ ഏതായാലും റിപ്പോർട്ടർ ചാനൽ ചെയ്തതിനോടും യോജിക്കുന്നില്ല, ദിവ്യ ഇങ്ങനെ ഉള്ളിൽ പക വെച്ച് കൊണ്ട് നടക്കുന്നതിനോടും നമ്മൾ യോജിക്കുന്നില്ല. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരി.